പിടിച്ചു. അപ്പൊ അത്രയും എഴുതിയിട്ടില്ല. എന്നാലും അറിയണ കാര്യത്തൊന്ന് പറയാൻ വിചാരിച്ചു. ചെറിയൊരു തിരുത്തന്റെ ടൈറ്റില് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഗാലക്സിയിൽ കാണുന്ന ക്വാണ്ടം ഡോട്ടുകളെ കുറിച്ചല്ല, അതിന് ഉപയോഗിക്കുന്നതാണ്. അപ്പം കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള ടൈറ്റില് സ്പേസിൽ എന്നുള്ളതായിരിക്കും എന്ന് നോക്കുന്നതുകൊണ്ടാണ് ഇത് മാറ്റിയത്. സോ I will be talking about quantum dots in space. What we are നമ്മുടെ ഡിറ്റക്ഷൻ മാത്രമല്ല പറയുന്നത്. പക്ഷെ അതിന് മുന്നേ എനിക്ക് തോന്നുന്നു നിങ്ങൾ എല്ലാവരും ഇപ്പൊ ക്വാണ്ടം നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടല്ലേ? അല്ലേ? എന്താ ക്വാണ്ടം? എന്തുകൊണ്ടാണ് ക്വാണ്ടം? Why you are calling quantum? കണ്ട എക്സിബിഷൻ ഇല്ല? ആരെയും കണ്ടോ? എന്താണ് ക്വാണ്ടം എന്ന് പറയുന്നത്? ചെറുതാണ് ആണോ? അത് ശരി. വേറെ എന്തെങ്കിലും അഭിപ്രായമുണ്ടോ? ഡിസ്ക്രീറ്റ് അല്ല, ഡിസ്ക്രീറ്റ് ആണ്. കണ്ടിന്യൂസ് അല്ല, ഡിസ്ക്രീറ്റ് ആണ്. അതാണ് പ്രധാനം. അതായത് ഒരു ചാട്ടമാണ്, സ്റ്റെപ്പാണ്. നമ്മളിങ്ങനെ സ്ലോപ്പ് അല്ല, സ്റ്റെപ്പാണ്. അത് ക്വാണ്ടം ചെറുതാണെന്ന് പറയാൻ കാരണമുണ്ട്. എന്താണ് ഈ സ്റ്റെപ്പ് എന്നൊക്കെ പറഞ്ഞാലും അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ പ്ലാങ്ക് കോൺസ്റ്റന്റുകളെ എടുക്കണം. ഈ പ്ലാങ്ക് കോൺസ്റ്റന്റിന്റെ വാല്യൂ എല്ലാവർക്കും അറിയണോ? -34 അല്ലേ? ഈ -34 എന്ന് പറഞ്ഞാല് എന്താണ് ഈ -34? 0.00000 അല്ലേ? വളരെ ചെറിയ ക്വാണ്ടിറ്റി ആണ്. പക്ഷേ അത്രയും ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിലും അതിനെ കണ്ടിന്യൂസ് ആയിട്ട് പോകാൻ പറ്റില്ല. ഇതാണ് ബേസിക് കൺസെപ്റ്റ്. ചെറുതാണ് പക്ഷെ ചാടുന്നു അല്ലേ? നമുക്ക് ഇങ്ങനെ ഒഴുകാൻ പറ്റില്ല. ഈ ഒരു കൺസെപ്റ്റ് ആണ് ക്വാണ്ടത്തിന്റെ ബേസിക്സ് അല്ലേ? അതെല്ലാവരും മനസ്സിലായോ? എക്സിബിഷൻ കണ്ടപ്പോ ഇപ്പൊ മനസ്സിലായോ? അതാണ് കാര്യം. അവിടെയാണ് എന്താണ് പ്രധാനമായിട്ടും ക്വാണ്ടം നമ്മള് എന്തുകൊണ്ടാണ് ഇത് ഇത്രയും പ്രാധാന്യം വന്നത്? എന്തുകൊണ്ടാണ് ഇത് ഇത്ര പ്രാധാന്യം വന്നത്? പണ്ടൊന്നും ഇല്ലായിരുന്നല്ലോ, ന്യൂട്ടന്റെ കാലത്തില്ലായിരുന്നല്ലോ. നമ്മൾ പറയും ഇത് ഇത്ര വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. റോക്കറ്റ് സയൻസിന് ക്വാണ്ടം ഒന്നും വേണ്ടല്ലോ. അതെന്താണ്? അത് മാക്രോ ആണ് അല്ലേ? മാക്രോ ഒബ്ജക്ട്സ് ആൻഡ് ദിസ് ഈസ് മൈക്രോ ഓർ സബാറ്റോമിക്. So quantum ഈ -000 -34 വർക്ക് ചെയ്യണമെങ്കിൽ അത്രയ്ക്കും ചെറിയ കണികകൾ വേണം. അപ്പൊ ആ സൈസ് ആണ് ഇവിടെ നമുക്ക് ഇപ്പൊ തന്നെ പ്രാധാന്യം. ക്വാണ്ടം എന്ന് പറയുമ്പോൾ തന്നെ സൈസ് ആണ് പ്രാധാന്യം അല്ലേ? അത് ശരി. അത്രയും നിങ്ങൾക്ക് ഈ എക്സിബിഷനിൽ നിന്ന് മനസ്സിലാക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ചില ചില കാര്യങ്ങളൊക്കെ അതിന്റെ ബേസിക്സ് ഒന്നും ഞാൻ പറയുന്നില്ല, കാരണം എക്സിബിഷൻ കണ്ടിട്ടാണ് നിങ്ങൾ വരുന്നത് എന്നുള്ള ധാരണ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ വെളിച്ചം? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വെളിച്ചം ഉണ്ടാവില്ലേ? ആരോ പറഞ്ഞു വെളിച്ചം ഉണ്ടാവട്ടെ, വെളിച്ചം ഉണ്ടായിരുന്നു. വെളിച്ചം എന്താ പറഞ്ഞേ? വെളിച്ചം പറഞ്ഞു ക്വാണ്ടം മെക്കാനിക്സ് ഉണ്ടാവും. അപ്പൊ ക്വാണ്ടം മെക്കാനിക്സ് ഉണ്ട്. അങ്ങനെയാണ് ക്വാണ്ടം മെക്കാനിക്സ് ഉണ്ടായത്. അതറിയാമോ? ഇതില്ല. അതുകൊണ്ട് അത് നമുക്ക് പഠിക്കാം. അപ്പോ എന്താണ് വെളിച്ചം? ലൈറ്റ്. വാട്ട് ഈസ് ലൈറ്റ്? What is light? Photons. What are these photons? Packets of energy, waves, particles, both. ഒരു താന്തോന്നിയാണ് അല്ലേ? താന്തോന്നി എന്ന് പറഞ്ഞാൽ അതിന് ഇഷ്ടമുള്ളപ്പോ അത് വേവാവും, അതിന് ഇഷ്ടമുള്ളപ്പോ അത് പാർട്ടിക്കിൾ ആവും അല്ലേ? അതാണ് വെളിച്ചം. ഈ ആരാണ് ആദ്യം പറഞ്ഞത് വെളിച്ചം പാർട്ടിക്കിൾ ആണ്? ആരാണ് ആദ്യം പറഞ്ഞത് വെളിച്ചം പാർട്ടിക്കിൾ ആണെന്ന്? ഐൻസ്റ്റൈൻ ആണ്. ന്യൂട്ടനാണ് പറഞ്ഞത്
വെളിച്ചം കണികകളോട് ഉണ്ടാക്കിയതാണ്. അതിനെ ട്രാൻസ്ഫർ ചെയ്യാൻ ഒരു മീഡിയം വേണം. ഈ ന്യൂട്ടനൊക്കെ വെളിച്ചാലും കണ്ടിട്ടില്ലേ? കണ്ടു. അവരും കുറെ തിയറിയൊക്കെ ഉണ്ടാക്കി. പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ ഒരുപാട് തിയറികൾ ഉണ്ടായിരുന്നു. കാരണം എന്താ, നമ്മൾ ആദ്യം കാണുന്നത് വെളിച്ചാണ് പറഞ്ഞത് ക്വാണ്ടം മെക്കാനിക്സ് ഉണ്ടാവുന്നത്. അതിന് ഒരു വെളിച്ചമുണ്ട്. നമ്മൾ വെളിച്ചം കാണും. നമ്മൾ ഈ ആകാശത്തിൽ നോക്കൂലേ, നക്ഷത്രങ്ങളുണ്ട്. നക്ഷത്രങ്ങൾക്ക് നിറങ്ങളുണ്ട് ഇല്ലേ? നക്ഷത്രങ്ങളുടെ നിറങ്ങൾ എന്താ, അത് കണ്ടില്ലേ എക്സിബിഷന്? എന്താ കാര്യം നക്ഷത്രങ്ങളുടെ നിറങ്ങൾ? ടെമ്പറേച്ചർ, അതും ക്വാണ്ടം ഇഫക്റ്റ് ആണ്. ഇത് പിന്നെയാണ്. പക്ഷെ അവര് കണ്ടുപിടിച്ചു നക്ഷത്രങ്ങൾക്ക് നിറമുണ്ട് അല്ലേ? നക്ഷത്രങ്ങൾക്ക് നിറമുണ്ട്. പക്ഷെ അതിനു മുന്നേ ന്യൂട്ടൻ ആണ് ശരിക്കും പറഞ്ഞത് ഈ വെളിച്ചം എന്ന് പറയുന്നത് ഈ വെള്ള കളറൊന്നുമല്ല, അതിനെ നമുക്ക് പല പല വർണ്ണങ്ങളായിട്ട് മാറ്റാം. ഈ ലൈബ്രറിയിൽ ഇരുന്ന് വിശദമായിട്ട് പുറത്തൊക്കെ വെച്ച് ഭയങ്കരമായ എക്സ്പീരിയൻസ് ഒക്കെ ചെയ്തു. എന്നിട്ട് വരയ്ക്കൊക്കെ ചെയ്തത് പുള്ളിയുടെ സ്വന്തം ഡ്രോയിങ് ആണ്. വരയ്ക്കൊക്കെ ചെയ്തു. എന്നിട്ട് കാണിച്ചു കൊടുത്തു, നിങ്ങളുടെ കണ്ണിൽ നിന്ന് വരുന്ന ഒന്നുമല്ല ലൈറ്റ്, ഇതാണ് ലൈറ്റ്. ഇത് വെള്ള വെളിച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറെ നിറങ്ങൾ ചേർന്നിട്ടുള്ളതാണ്. അങ്ങനെ അതാണ് ആദ്യമായിട്ട് വെളിച്ചത്തിന്റെ പല നിറങ്ങൾ. പുള്ളിയാണ് ആദ്യമായിട്ട് ഈ പേര് ഇതൊന്നും നോക്കണ്ട, ഇതൊന്നും ഞാൻ പറയുന്നില്ല. സ്പെക്ട്രം എന്നുള്ള പേര് പറഞ്ഞു. അതിനെ പിരിച്ചു വെള്ള വെളിച്ചത്തിന് അല്ലേ? അപ്പോ പക്ഷെ എന്താ ന്യൂട്ടൻ പറ്റിയത്? ന്യൂട്ടൻ എത്ര കളർ ഉണ്ടെന്നും എണ്ണാൻ പറ്റില്ല. പക്ഷെ ഇതൊരു പുതിയ ഫീൽഡാണ് അല്ലേ? സയൻസ് എങ്ങനെ ഉണ്ടാവണേ? പല പല ആളുകൾ പല പല ഫീൽഡിൽ വർക്ക് ചെയ്തിട്ട് ഒരുമിച്ച് ചേർന്നിട്ടാണ്. പെട്ടെന്ന് ഒരു ദിവസം ക്വാണ്ടം മെക്കാനിക്സ് ഒന്നും ഉണ്ടാവില്ല. എല്ലാ അറിവുകളും ഇങ്ങനെ ചേർന്നാണ് ഈ ഒരു പുതിയ അറിവ് ഉണ്ടാകുന്നത്. അപ്പൊ ഒരു സൈഡില് തെർമോഡൈനാമിക്സ് വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്ക് ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള ഹീറ്റ് എഞ്ചിൻ വേണം. അവിടെയാണ് ഈ മാഗ്നാനൊക്കെ വന്നത്. വേറൊരു സൈഡില് ഈ യൂണിറ്റ് ഇലക്ട്രോസ്കോപ്പി ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കുന്നത്. അവിടെ മാക്സിമം കിട്ടാൻ വേണ്ടിയാണ് ഈ ശ്രമിക്കുന്നത്. അവർക്ക് മാക്സിമം കിട്ടുന്നില്ല. കണ്ടില്ലേ എക്സ്പ്രഷൻ? ഞാനതൊന്നും പറയുന്നില്ല. നിങ്ങൾ തിരിച്ചു പോയിട്ട് എക്സിബിഷൻ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അവിടെ വേറൊരു ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ വേറൊരു ആളുണ്ട് സ്പെക്ട്രോസ്കോപ്പി. ഈ കക്ഷിക്കാരെയാണ് എല്ലാത്തിന്റെയും മദർ, ഈ ക്വാണ്ടം മെക്കാനിക്സിന്റെ മദർ. എന്താണ് അങ്ങനെ പറയാൻ കാരണം? ഇങ്ങനെ ആൾക്കാരെ ഈ കളറിനെ ഡിവൈഡ് ചെയ്യാൻ ശ്രമിച്ചു. എത്ര കളറുണ്ട്, ബെറ്റർ ഓപ്റ്റിക്സ്, ബെറ്റർ ഒന്നുണ്ടല്ലോ. ഈ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ആളുണ്ട്. ഈ ഡ്രസ്സൊക്കെ ഉണ്ടാക്കണം, ഒപ്റ്റിക്സ് ഉണ്ടാക്കുന്ന ആൾക്കാരെ ഭയങ്കര ഇതിലാണ്. അപ്പൊ എന്ത് പറഞ്ഞാലും അവർ ഉണ്ടാക്കി കൊടുത്തു. അപ്പൊ നല്ല നല്ല ഒപ്റ്റിക്സുകൾ വന്നു. ആളുകള് ഈ 7 കളറിന്റെയും ഇങ്ങനെ ഡ്രസ് നല്ല റെസല്യൂഷനിൽ എടുക്കാൻ പറ്റും. അപ്പൊ എന്ത് പറ്റി? പ്രശ്നമായി. നമ്മള് വിചാരിച്ചത് എന്താ, വെള്ള രക്തത്തില് മുഴുവൻ കളർ അടിച്ചിരിക്കുകയാണ്. നോക്കുമ്പോ ചിലരൊക്കെ മിസ് ചെയ്യുന്നു. എന്താണ് മിസ്സിംഗ് ആവാൻ കാരണം? അറിയില്ല. അബ്സോർപ്ഷൻ. ആരോ ചിലരെ അതിലെ ചില കളറുകളെ അബ്സോർബ് ചെയ്യുന്നുണ്ട്, ചിലരെ എടുക്കുന്നുണ്ട്. അപ്പോ അത് മനസ്സിലാക്കിയപ്പോ ആളുകള് പിന്നെയും തിയറി ഉണ്ടാക്കാൻ തുടങ്ങി. എന്താണ് ഉണ്ടാക്കാൻ തുടങ്ങിയത്? അവിടെ കുറച്ച് എലമെന്റ്സ് ഉണ്ട്, മൂലകങ്ങളുണ്ട്. ആ മൂലകങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഈ ലൈറ്റിനെ കിട്ടുമ്പോ അത് അബ്സോർബ് ചെയ്യും. എന്തിനാ അബ്സോർബ് ചെയ്യണേ? നമുക്ക് ഈ ഗ്രൗണ്ട് സ്റ്റേറ്റിലൊക്കെ ഇരിക്കുന്നത് അത്ര ഇഷ്ടമൊന്നുമല്ലായിരുന്നു അല്ലേ? നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകണം. അതിനാണ് ഇങ്ങനെ എഴുതുന്നത്. എക്സൈറ്റഡ് സ്റ്റേറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഇരിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മള് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ പോകും. അപ്പൊ നമ്മൾ അബ്സോർബ് ചെയ്യും, എക്സൈറ്റഡ് സ്റ്റേറ്റിൽ പോകും. എന്നിട്ട് ആ എടുത്ത എനർജിനെ കളഞ്ഞിട്ട് വീണ്ടും ഗ്രൗണ്ട് സ്റ്റേറ്റിൽ വരും. അബ്സോർപ്ഷനും എമിഷനും അല്ലേ? ഇതാണ് സ്പെക്ട്രോസ്കോപ്പിയുടെ അടിസ്ഥാന ആശയം. ഇതൊക്കെ ചെയ്തു. പക്ഷെ എന്തുണ്ടായി? ആളുകൾ വെറുതെ ഇരിക്കും. ഒരു കാര്യം എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സയൻസുകൾക്ക് കുഴപ്പമില്ല. അത് ഇങ്ങനെ കുറിച്ച്
അവര് പിന്നെയും കുടിക്കാൻ തുടങ്ങി. അപ്പോഴുണ്ടല്ലോ അതേ ഹൈഡ്രജന് പിന്നെയും കുറെ സീരീസ് ബാമർ സീരീസ് ഉണ്ട്, ലേവൻ സീരീസ് ഉണ്ട്. അപ്പൊ ആദ്യ പ്രശ്നമായി വീണ്ടും അവര് അതിനെ ഞാൻ വിശദമായിട്ടൊന്നും പറയുന്നില്ല, കാരണം നമുക്ക് പോകേണ്ടത് എവിടെയാണ്, ക്വാണ്ടോളജിക്ക് പോകണം. ഞാൻ അതിന്റെ ഒരു മുന്നോടിയായിട്ടാണ് ഈ സ്പെക്ട്രോസ്കോപ്പി പറയുന്നത്. അതിന്റെ ഇടയിൽ അവരത് എല്ലാം ഡിറൈവ് ചെയ്തു. അങ്ങനെ അവർക്കും ഒരു കോൺസ്റ്റന്റ് കിട്ടി, അതാണ് റൈഡ്ബർഗ് കോൺസ്റ്റന്റ്. അവര് സ്പെക്ട്രോസ്കോപ്പി പിന്നെ അവസാനം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയത് അതാണ്. എന്താണ് അമ്മയെക്കാട്ടി വളർന്ന മകൾ എന്ന് പറയില്ലേ, അതാണ് ഇവിടെ സംഭവിച്ചത്. പിന്നെ സ്പെക്ട്രോസ്കോപ്പിയുടെ അടിസ്ഥാന ആശയങ്ങൾ മുഴുവൻ വിശദീകരിച്ച് എക്സ്പ്ലെയിൻ ചെയ്തതും അതിന്റെ ഡെറിവേഷൻസ് വന്നതും അതിന്റെ ആപ്ലിക്കേഷൻസ് വന്നതും എല്ലാം തന്നെ അതാണ് ഇതിന്റെ ഇപ്പൊ സ്പെക്ട്രോസ്കോപ്പി എന്താണെന്ന് മനസ്സിലായില്ലേ? വെളിച്ചം വരുന്നു, മോളിക്യൂൾസ് അല്ലെങ്കിൽ ആറ്റംസ് അബ്സോർബ് ചെയ്യുന്നു, ഇതാണ് ബേസിക് ആയിട്ടുള്ള സ്പെക്ട്രോസ്കോപ്പി. അപ്പൊ എത്ര കളറുണ്ട്? മൊത്തത്തിൽ എത്ര കളറുണ്ട്? പ്രശ്നമായി. മൊത്തത്തിൽ എത്ര കളറുണ്ട്? എത്ര കളറുണ്ട്? അറിയോ? ലൈറ്റ് നീല, ഡാർക്ക് നീല, ലൈറ്റ് പച്ച, ആപ്പിൾ ഗ്രീൻ, ഒലീവ് ഗ്രീൻ, ഇങ്ങനെ എല്ലാം കൂടി കൂട്ടിയിട്ട് ഏതാണ്ട് 1 കോടിയിലേറെ കളറുകൾ. അത് കഴിഞ്ഞ് നമ്മൾ ഈ ലൈറ്റ് വെച്ച ഡാർക്ക് വെച്ചൊന്നും ഇല്ലാണ്ട് കളർ മാത്രം കാണുമെങ്കിൽ തന്നെ 200 വരും. അതും നമ്മുടെ വിസിബിളിൽ മാത്രം, നമുക്ക് വിസിബിൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ അല്ലേ? വിസിബിൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ആ വിസിബിളിൽ മാത്രം ഏതാണ്ട് 200 വരും. അത്രയും കളറുകളുണ്ട്. അതാണ് നമ്മൾ ഈ കളർ എന്ന് പറയുന്നത്. അതും ജസ്റ്റ് കളർ എന്ന് പറയാൻ ഞാൻ ഈ സ്പെക്ട്രോസ്കോപ്പിയെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കുറച്ചും കൂടി ബയോളജിക്കൽ ആയിട്ട് അതിന്റെ പെർസ്പെക്ഷൻ റോളൊക്കെ ഉണ്ട്. അത് മസ്തിഷ്കത്തിനകത്താണ്. എനിക്കൊരു ചോദ്യം, നിങ്ങൾ എന്താണ് ചുവപ്പ് നിറം എന്ന് പറഞ്ഞാൽ എന്താണ് വെച്ചിട്ടുള്ളത്? എന്താണ് ചുവപ്പ് നിറം? എന്തുകൊണ്ടാണ് ചുവപ്പ് നിറം? പഠിച്ചില്ലേ ചെറിയ ക്ലാസ്സിൽ? എന്താണ് ചുവപ്പ് നിറം? ആരെങ്കിലും ഒരാൾ പറയുന്നു. കൂടുതലായ കാരണം വിസിബിളില് കാണുന്നു. ഇങ്ങനെയാണ് പഠിച്ചത്. ചുവപ്പ് മാത്രം പുറത്തേക്ക്, ബാക്കിയുള്ളതെല്ലാം അബ്സോർബ് ചെയ്യും. അങ്ങനെയാണ്. ചുവപ്പ് മാത്രം പുറത്തേക്ക് വരും, ബാക്കിയുള്ളതെല്ലാം അബ്സോർബ് ചെയ്യും. എന്തെങ്കിലും ആരെങ്കിലും അല്ല പറയൂ, ഞാൻ ശരിയാണോ തെറ്റാണോ പറഞ്ഞില്ല. ശരി തെറ്റൊന്നുമില്ല. കണ്ണിന്റെ പെർസെപ്ഷൻ എന്താണ് ഐഡന്റിഫൈ. അപ്പൊ എല്ലാവർക്കും ഉണ്ടോ? ഇങ്ങനെ എല്ലാവരും ഇങ്ങനെയൊക്കെയാണോ പഠിച്ചിരിക്കുന്നത്? വേറെ എന്തെങ്കിലും ഡെഫിനിഷൻ ഉണ്ടോ? ഇല്ല. ഞാൻ പഠിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഞാൻ പഠിച്ചത് ഞാൻ ഇത് കൊടുത്തിട്ടില്ല. ഞാൻ പഠിച്ചത് എങ്ങനെയാന്ന് വെച്ചാല് ചുവപ്പ് നിറം റിഫ്ലക്ട് ചെയ്യുന്ന സാധനങ്ങൾ ചുവപ്പായി കാണുന്നു. ഇങ്ങനെയാണ് നിങ്ങൾ ആരെങ്കിലും പഠിച്ചില്ലേ? നന്നായി, അത് പഠിക്കട്ടോ. അതല്ല ശരി. എന്താന്ന് വെച്ചാല് എന്താണ് നിറം എന്ന് പറയുന്നത്? നിറം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാ സാധനങ്ങളും അല്ലെങ്കിൽ ആറ്റംസ് മോളിക്യൂൾസ് എല്ലാം ലൈറ്റ് കണ്ടു കഴിഞ്ഞാല് പറ്റുന്നത് നിങ്ങൾക്ക് അബ്സോർബ് ചെയ്യും. ഉദാഹരണത്തിന് ചിലത് പച്ച അബ്സോർബ് ചെയ്യും, ചിലത് ചുവപ്പ് ആഗീകരണം ചെയ്യും, അബ്സോർബ് ചെയ്യും, ചിലത് നീല ആഗീകരണം ചെയ്യും. ബാക്കിയുള്ളതൊക്കെ അവിടെ ലെഫ്റ്റ് ഓവർ ആണ് അല്ലെ? ലെഫ്റ്റ് ഓവർ ആണ്. ഈ ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള സാധനങ്ങള്, ബാക്കി വരുന്ന സാധനങ്ങള് റിഫ്ലക്ട് ചെയ്യും, ട്രാൻസ്മിറ്റ് ചെയ്യും. അങ്ങനെ വരുന്ന എല്ലാത്തിന്റെയും ഒരു കോമ്പിനേഷൻ അബ്സോർബ് ചെയ്തിട്ട് ബാക്കി വരുന്ന കളറുകളും അതിന്റെ ഇഫക്റ്റുകളും കൂടി ചേർത്തിട്ടാണ് നിങ്ങൾ ഈ നിറങ്ങൾ കാണുന്നത്. പിന്നെ നിങ്ങളുടെ കണ്ണിന്റെ പെർസെപ്ഷൻ. ഇതാണ് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള നിറങ്ങൾ കാണാനായിട്ടുള്ള ഒരു കാരണം. മറ്റേ ബയോളജി പാട്ട് ബയോളജി ആൾക്കാർ പറയും, ഞാൻ പറയുന്നില്ല, അതെനിക്ക് അറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലര്
നീല എന്ന് പറയുമ്പോൾ ചിലർക്ക് അറിയാം അല്ല അത് നീലയല്ല പച്ചയാണ് ഇല്ലേ അടി കളർ നീല പച്ച തന്നെ അതിന് കാരണം ഇതാണ് ഓക്കെ സോ color എന്ന് പറയുന്നത് എന്താണ് visible manifestation of wavelengths of light that are not observed by substance but are transmitted reflected or emitted as revealed by spectrum ഇതാണ് ഒരു സ്പെക്ട്രോസ്കോപ്പിസ്റ്റിന്റെ ഡെഫിനിഷൻ ഇത് ഞാനെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പലപ്പോഴും നിങ്ങൾ ഇത് പഠിച്ചിട്ടില്ലെന്നൊന്നും കുഴപ്പമില്ല റിഫ്ലക്റ്റഡ് ആണ് എന്ന് പഠിച്ചതുകൊണ്ടാണ് പറയുന്നത് ഇത് അറിയാമെങ്കിൽ ക്വാണ്ടം ഡോട്ടിലേക്കുള്ള പ്രവേശന എളുപ്പമാണ് ഇതാണ് നമ്മൾ അബ്സോർപ്ഷൻ എമിഷൻ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഇവിടെ എന്താണ് പറയുന്നത് ക്വാണ്ടം എപ്പോഴും ഈ ക്വാണ്ടം ഉണ്ടല്ലോ ഈ എച്ച് ഇത് വർക്ക് ചെയ്യും അതിന് പകരം ഈ എച്ച് എപ്പോഴും കോൺസ്റ്റന്റ് ആണ് അപ്പൊ ആ എനർജിയുടെ ഈ ഗ്രൗണ്ട് സ്റ്റേറ്റും എക്സൈറ്റഡ് സ്റ്റേറ്റും തമ്മിലുള്ള എനർജി വ്യത്യാസം ആ എനർജി വ്യത്യാസമാണ് എപ്പോഴും അബ്സോർബ് ചെയ്യുകയോ എമിറ്റ് ചെയ്യുകയോ ചെയ്യുന്നത് അതിൽ കൂടുതൽ കുറവൊന്നും പറ്റില്ല ഇടയിലുള്ള കാര്യങ്ങളൊന്നും പറ്റില്ല അപ്പൊ ഈ ഒരു നിങ്ങൾ ഇത് കോളേജിലുള്ള എല്ലാവരും സ്പെക്ട്രോസ്കോപ്പി പഠിക്കുന്നുണ്ട് അല്ലേ നിങ്ങൾ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടാവും പഠിച്ചിട്ടുണ്ടാവുന്നത് തന്നെ അത് ശരി അപ്പൊ ഇതാണ് ഈ എനർജി ഡിഫറൻസ് ആണ് ഈ എനർജി ഗ്യാപ്പ് ഓക്കെ എക്സൈറ്റഡ് സ്റ്റേറ്റും ഗ്രൗണ്ട് സ്റ്റേറ്റും തമ്മിലുള്ള എനർജി ഗ്യാപ്പ് ഇതാണ് എല്ലാ അബ്സോർപ്ഷന്റെയും എമിഷന്റെയും പ്രധാന ക്യാരക്ടറിസ്റ്റിക് ഇത് ഓരോ മെറ്റീരിയലിനും ഞാൻ പറയുമ്പോൾ ഓരോ മെറ്റീരിയലിനും അതല്ലെങ്കിൽ ഓരോ ആറ്റത്തിനും അതായത് ഹൈഡ്രജന്റേതായിരിക്കില്ല ഹീലിയത്തിന്റേതായിരിക്കില്ല ഇത് ക്യാരക്ടറിസ്റ്റിക് ആണ് ഇത് വെച്ചിട്ടാണ് നിങ്ങൾ കളർ കാണുന്നത് ഏതാണോ അതിന്റെ വേവ്ലെങ്ത് മാച്ച് ചെയ്യുന്നത് അതിനനുസരിച്ചാണ് നിങ്ങൾ അതാണ് നിങ്ങളുടെ കളർ എങ്ങനെയാണ് ഈ ലൈറ്റിൽ നിന്ന് നിങ്ങൾ കളർ കാണുന്നത് അറിയാം ഓക്കെ സോ നൗ ഇത് ഞാൻ ചോദിക്കുന്നത് വിചാരിച്ച കാര്യമാണ് പക്ഷെ ചോദിക്കുന്നില്ല നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നാനോ മെറ്റീരിയൽ അല്ലേ ഇത് ഒരു നാനോ ലോകമാണ് ഇപ്പോ എല്ലാവർക്കും നാനോ മെറ്റീരിയൽ എന്താണ് നാനോ ചെറുത് സൈസ് എന്ന് പറഞ്ഞാല് ഏകദേശം 9 മീറ്റർ ആണ് അല്ലേ അതാണ് ഈ നാനോ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ നേരത്തെ കണ്ടു ഈ ക്വാണ്ടം തന്നെ തുടങ്ങുന്നത് ആറ്റത്തിന്റെയും മോളിക്യൂൾസിന്റെയും സൈസിൽ നിന്നാണ് മെറ്റീരിയൽസ് ബൾക്കാണ് ഭയങ്കര മീറ്റേഴ്സ് ആണ് ഇവിടെ ഒരു ആറ്റത്തിന്റെ സൈസ് എത്രയാ ഒരു പീക്കോമീറ്റർ ഒരു 0.1 നാനോമീറ്റർ അല്ലേ അതാണ് ഒരു ആറ്റത്തിന്റെ സൈസ് അതിന്റെ മോളിക്യൂൾസിൽ വരുമ്പോ ഒരു എത്ര വരും ഒരു 1 നാനോമീറ്റർ വരും ഈ നാനോ മെറ്റീരിയൽ എന്ന് പറയുമ്പോഴോ ഒരു 10 നാനോമീറ്റർ അല്ലെങ്കിൽ ഇച്ചിരി മുകളിൽ 100 നാനോമീറ്റർ ഇതാണ് നിങ്ങളുടെ നാനോ മെറ്റീരിയൽ പക്ഷെ അത് ആറ്റല്ല അത് മോളിക്യൂൾ അല്ല അത് മെറ്റീരിയൽ ആണ് പക്ഷെ അതിന്റെ സൈസ് വളരെ ചെറുതാണ് നാനോമീറ്റർ ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ മോളിക്യൂൾ ആയിട്ട് കമ്പയർ ചെയ്യാം നിങ്ങൾക്ക് താരതമ്യം ചെയ്യാം അല്ലേ ലാംഗ്വേജ് ചിലപ്പോൾ പറയുന്നുണ്ടാവും നിങ്ങൾക്ക് ഇതിന്റെ മോളിക്യൂൾ ആയിട്ട് സൈസ് ആയിട്ട് മെറ്റീരിയലിന്റെ സൈസ് ഇത് മെറ്റീരിയൽ ആണ് ഇതിന്റെ സൈസ് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാം അപ്പൊ നിങ്ങളുടെ അടുത്ത ചിന്ത എന്തായിരിക്കും ഞാൻ ആദ്യം പറഞ്ഞു ബൾക്ക് മെറ്റീരിയലിൽ ക്വാണ്ടം മെക്കാനിക്സ് വർക്ക് ചെയ്യില്ല അല്ലേ മെറ്റീരിയലിൽ ക്വാണ്ടം മെക്കാനിക്സ് വർക്ക് ചെയ്യില്ല അതിന് നിങ്ങൾ ആറ്റത്തിലോ മോളിക്യൂളിലോ സബാറ്റോമിക് പാർട്ടിക്കിളിലോ മോളിക്യൂളിലോ പോകണം ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്തത് നാനോ ടെക്നോളജിക്കാർ എന്താ ചെയ്യുന്നത് അവര് മെറ്റീരിയലിനെ ഏതാണ്ട് മോളിക്യൂളിന്റെ സൈസിൽ ഉണ്ടാക്കുകയാണ് അപ്പൊ അവിടെ ക്വാണ്ടം മെക്കാനിക്സ് വർക്ക് ചെയ്യില്ലേ വർക്ക് ചെയ്യും അവിടെ എന്ത് വരും ക്വാണ്ടം കൺഫൈൻമെന്റ് എന്താണ് നിങ്ങൾ ക്വാണ്ടം കൺഫൈൻമെന്റ് ഇതാണ് ക്വാണ്ടം കൺഫൈൻമെന്റ് അതായത് നിങ്ങൾ മെറ്റീരിയലില് ഒരു ക്വാണ്ടം ലോകം ഒന്ന് തുറക്കുവാണ് ഇങ്ങനെയാണ് ക്വാണ്ടം കൺഫൈൻമെന്റ് നിങ്ങളുടെ ബൾക്കിലാണെങ്കിൽ നിങ്ങളുടെ വാലൻസ് ബാൻഡും എന്താണ് വാലൻസ് ബാൻഡ് നിങ്ങളുടെ ലാസ്റ്റ് ഇലക്ട്രോണും അതിന് മുകളിൽ കൂടി ഒരു ബാൻഡ് ആയിട്ട് എടുത്തിരിക്കുക അതായത് നിങ്ങൾ ഈ നേരത്തെ പറഞ്ഞ കണ്ടിന്യൂസ് അല്ലേ നമുക്കത്
നമ്മൾ കണ്ടിന്യൂസ് ആണ് വിചാരിച്ചിരുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി ചെറിയ പാർട്ടികൾ ആവുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്തു തുടങ്ങുന്നത്? ഈ ഗ്യാപ്പിനെ സെപ്പറേറ്റ് ചെയ്യണം. ഈ ബാൻഡുകളെ സെപ്പറേറ്റ് ചെയ്യണം. മനസ്സിലായോ? സൈസ് കുറയുന്നതിനനുസരിച്ച് ഈ സെപ്പറേഷൻ കൂടും കേട്ടോ. ഈ ക്വാണ്ടം അതായത് ഈ നാനോ മെറ്റീരിയലിനകത്ത് തന്നെ ഈ സൈസ് കുറയുന്നതിനനുസരിച്ച് ഈ ബാൻഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടും. അപ്പൊ എന്താണ്? പ്രിസൈസ് ആയിട്ട് നിങ്ങൾക്ക് എമിഷനും അബ്സോർപ്ഷനും എമിഷനും സാധിക്കും. അതുകൊണ്ടാണ് സൈസ് നിങ്ങൾ നേരത്തെ എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞു കളർ എന്ന് പറയുന്നത് ഒരു മോളിക്യൂളിന്റെ ക്യാരക്ടറിസ്റ്റിക് ആണ്. ഇങ്ങനെ നിങ്ങൾ മെറ്റീരിയലിലെ ക്വാണ്ടം കൺഫൈൻമെന്റ് കൊണ്ടുവന്നപ്പോ എന്ത് സംഭവിച്ചു? കളർ എന്ന് പറയുന്നത് ഒരു അതേ മെറ്റീരിയലിന്റെ തന്നെ സൈസിന്റെ ഗുണമായി വന്നു. മനസ്സിലായോ? ഇതാണ് നിങ്ങൾ ഈ പറയുന്ന ഈ ക്വാണ്ടം കൺഫൈൻമെന്റ് നിങ്ങൾ ഒരു നാനോ മെറ്റീരിയൽ കൊണ്ടുവരുമ്പോഴാണ് ആ സൈസ് കൊണ്ടുവരുമ്പോഴാണ് നിങ്ങൾക്ക് എന്താ പറയുന്നത്? നിങ്ങൾക്ക് കളർ സൈസ് അനുസരിച്ച് കളർ കൊടുക്കുന്നത്. ഇതിനാണ് നിങ്ങൾ ക്വാണ്ടം ഡോട്ട് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇതാണ് ക്വാണ്ടം ഡോട്ട്. അപ്പൊ നിങ്ങൾക്ക് സൈസ് റെഡ് വേണമെങ്കിൽ ഏതാണ്ട് 6 നാനോമീറ്റർ ഉണ്ടാകും. പിന്നെ ബ്ലൂ വേണമെങ്കിൽ 2 to 3 നാനോമീറ്റർ ഉണ്ടാകും. അതിനനുസരിച്ച് നിങ്ങൾക്ക് കളർ കിട്ടും. എല്ലാം സെയിം മെറ്റീരിയലാണ്. നിങ്ങൾക്ക് അവിടെ ക്വാണ്ടം ഡോട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ആരാ ചെയ്യണം? അതെന്താ മെറ്റീരിയൽ? കാഡ്മിയം സെല്ലിന്. കാഡ്മിയം സെല്ലിന് ടെലൂറൈഡ് ആണ്. കാഡ്മിയം ടെലൂറൈഡ് വെച്ചിട്ടാണ് അവിടെ നിങ്ങൾ ക്വാണ്ടം ഡോട്ട്സ് ഉണ്ടാക്കുന്നത്. ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എക്സിബിഷന്. അതിന്റെ സൈസ് മാത്രമേ മാറ്റിയിട്ടുള്ളൂ. എല്ലാം കാഡ്മിയം ടെലൂറൈഡ് ആണ്. കാഡ്മിയം ടെലൂറൈഡ് ആണ്. ഇതിനുള്ള മെറ്റീരിയൽ വെച്ചിട്ട് ഒന്നും മാറ്റണ്ട, ജസ്റ്റ് സൈസ് മാത്രം മാറ്റിയാൽ. അപ്പൊ നിങ്ങൾക്ക് പല പല കളറിലുള്ള സൊല്യൂഷൻസ് എന്താണ് സൊല്യൂഷൻസ് ഉണ്ടാകും. അത് വെച്ച് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ഹാൻഡിൽ ചെയ്യാം, എന്തൊക്കെ ചെയ്യാം നിങ്ങൾക്ക് അതോടെ ഇതിന് വല്ല ഗുണമുണ്ടോ? ഇതാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്. എന്തുകൊണ്ടാണ് ഇതിന് കളർ മാറുന്നത്? എവിടെയാണ് ക്വാണ്ടം കൺഫൈൻമെന്റ് വരുന്നത്? നേരത്തെ നമ്മൾ പറഞ്ഞതെല്ലാം ഫോട്ടോണുകളെ കുറിച്ചാണ്. ഇവിടെ നിങ്ങൾ ക്വാണ്ടം കൺഫൈൻമെന്റ് കൊണ്ടുവന്നപ്പോൾ, അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ബാൻഡുകളെ ഡിസ്ക്രീറ്റ് ആക്കിയപ്പോ എന്ത് സംഭവിച്ചു അറിയാമോ? അതിനകത്ത് ഇലക്ട്രോണിന്റെ വേവുകളുടെ സൈസ് മാറും. ഇലക്ട്രോണിന്റെ വേവുകളുടെ സൈസ് മാറുന്നത് എന്താ? അതിന്റെ വേവ്ലെങ്ത് മാറി, ഫ്രീക്വൻസി മാറി. വേവ്ലെങ്ത് ഫ്രീക്വൻസി മാറിയത് എന്താണ്? കളർ മാറി. ഓക്കെ, ഇതാണ് കളർ മാറ്റത്തിന്റെ പ്രധാന കാരണം. നിങ്ങൾ ചെറിയ എടുക്കുമ്പോൾ ചെറിയ വേവ്സ് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ കൂടുതൽ ഫ്രീക്വൻസി. നിങ്ങൾക്ക് ബ്ലൂ കളർ വരും. വലുത് കിട്ടുമ്പോൾ വലിയ ഇലക്ട്രോണിക് വേവ്സ്. അപ്പൊ അതിന് കൂടുതൽ ഫ്രീക്വൻസി കാണില്ല. അപ്പൊ നിങ്ങൾക്ക് റെഡ് കളർ. ഇതാണ് ശരിക്കും ക്വാണ്ടം ഡോട്ട്സിന്റെ പ്രധാന പ്രിൻസിപ്പിൾ. അപ്പോ ഇതൊരു പ്രധാന വാക്കാണ്. നിങ്ങൾക്ക് നോട്ട് വൈസ് കൊടുക്കാമോ? കൊടുക്കാല്ലേ? കൊടുത്തു 2023. 2023 ആക്ച്വലി അവർ പറഞ്ഞതാണ്, നോബൽ കമ്മിറ്റി പറഞ്ഞതാണ് ഈ മൂന്നാള്, അലക്സി യെഫിമോവ്, ലൂയി ബ്രൂസ്, മൂങ്കി ബ്രൂൺ, ഇവര് 3 പേരും നാനോ ടെക്നോളജി 80-കളിലുണ്ടായിരുന്നു. അവര് ചെറിയ നാനോ മാത്രമേ കണ്ടുള്ളൂ. ഇവരാണ് നാനോ ടെക്നോളജിക്ക് കളർ കൊടുത്തത്. അതുകൊണ്ടാണ് ഇവർക്ക് നാനോ ടെക്നോളജി അല്ലെങ്കിൽ ക്വാണ്ടം ഡോട്ടിന് നോബൽ പ്രൈസ് കൊടുത്തത് 2023. ഇതാണ് ഇവർ ചെയ്ത മാജിക്. എന്താണ് ഇവർ ചെയ്തത്? ഒരാളെന്താ ചെയ്തെന്ന് ഒരാളെ ചില്ലുണ്ടാക്കിയ പ്രധാന പണി. എല്ലായ്പ്പോഴും അയാളെ വീട്ടിൽ കൊണ്ടുപോകണം ചില്ലുണ്ടാക്കി. പക്ഷെ ഒരു ദിവസം ചില്ലുണ്ടാക്കുമ്പോൾ പച്ചയാണെങ്കിൽ കേൾക്കുന്നില്ല. നിങ്ങൾ ഡെസ്പറേറ്റ് ആവും. സയന്റിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് റിപ്പീറ്റായിട്ട് ഒരേ കളർ കിട്ടണം. ഡിഫറെന്റ് കളർ കിട്ടുന്നത് നിങ്ങൾക്ക് നല്ലതല്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? അത് എന്തുകൊണ്ടാണ് ചെക്ക് ചെയ്യും. അങ്ങനെ ഈ ഡെമോ ഒക്കെ
നോക്കി പുള്ളി കണ്ടുപിടിച്ചു അതിൽ കോപ്പർ ക്ലോറൈഡിന്റെ സൈസ് വ്യത്യാസം കൊണ്ടാണ് ഈ ഒരേ ചില്ലിന്റെ പല നിറങ്ങൾ കിട്ടുന്നത്. അതാണ് ആരെ കണ്ടുപിടിച്ചത്? അലക്സി യെഫിമോവ്. മറ്റാൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? സോളാർ സെല്ലിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. സോളാർ സെല്ലിൽ വർക്ക് ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റി സോളാർ സെൽ ഉണ്ടാക്കാനായിട്ട് പുള്ളി എന്ത് ചെയ്യുമായിരുന്നു? പുള്ളി കാഡ്മിയം സൾഫൈഡ് വെച്ചിട്ട് വർക്ക് ചെയ്യുന്നു. ഒരു ദിവസം കാഡ്മിയം സൾഫൈഡ് ഉണ്ടാക്കിയിട്ട് വീട്ടിൽ പോകും, എല്ലാം പഠിച്ച് എല്ലാം ശരിയായി പോകും. തിരിച്ചു വരുമ്പോ അതൊന്നും കാണില്ല. പിറ്റേ ദിവസം വീണ്ടും ചെയ്യും, അന്ന് രാത്രി ചെയ്യുമ്പോൾ നല്ലതായിട്ട് കിട്ടും, പിറ്റേ ദിവസം ചെയ്യുമ്പോൾ കിട്ടില്ല. ഇത് അയാൾക്ക് പ്രശ്നമായി. അപ്പോഴാണ് അയാൾ കണ്ടുപിടിച്ചത് ഈ സോളാർ സെല്ലിന്റെ ഈ ലൈറ്റ് ക്യാപ്ചർ ചെയ്യുന്ന കോയിലിൽ നമുക്ക് സോളാർ സെല്ലിൽ പ്രധാനമായിട്ടും എന്ത് സൂര്യന്റെ എനർജി അത് ക്യാപ്ചർ ചെയ്തിട്ടാണ്, അത് പിടിച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? അത് എനർജി ആയിട്ട് സ്റ്റോർഡ് എനർജി ആയിട്ട് മാറ്റുന്നത്. അപ്പൊ പലതരത്തിലുള്ള വേവ്ലെങ്ത് പിടിച്ച് ചെയ്യാൻ പറ്റില്ല. അത് എനർജി പിടിക്കുന്നത് എന്താണ്? അതിന്റെ കാഡ്മിയം സൾഫൈഡിന്റെ സൈസ് ആണെന്ന് അനിയന് മനസ്സിലാക്കി. അപ്പൊ അതിനനുസരിച്ച് പോയി ഇഷ്ടംപോലെ സോളാർ സെൽ ഉണ്ടാക്കാൻ തുടങ്ങി. അത് വേറെ കഥ. പക്ഷെ എന്താ പ്രശ്നം? ഇതൊക്കെ ഒരു ട്രയൽ മെത്തേഡാണ്. ട്രയൽ മെത്തേഡ് എന്താ പ്രശ്നം? കൃത്യമായിട്ടുള്ള ഈ സയൻസിന് പ്രശ്നമുണ്ട്. അവർക്ക് എല്ലാത്തിനും കൃത്യത വേണം. ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ കിട്ടും, അത് മാറാൻ പാടില്ല. അപ്പൊ വേറെ ഒരാള് അതാരാണ്? മുങ്കി പേമെന്റ് എന്ന് പറയുന്നത്. അത് എങ്ങനെയാണ് കൃത്യമായിട്ട് ഇപ്പൊ പച്ച കളർ വേണമെങ്കിൽ ഇത്ര സൈസ് അതെങ്ങനെ ഉണ്ടാക്കാം, അതുപോലെ മഞ്ഞ കളർ വേണമെങ്കിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതെല്ലാം നീല കളർ എല്ലാ സ്ഥലത്തും കൊടുക്കണം. അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചു. അതിന് ആപ്ലിക്കേഷൻസ് ഉണ്ട്. എന്താണ് ആപ്ലിക്കേഷൻസ്? അത് നിങ്ങൾ എന്താണ് കോർഡിനേറ്ററുള്ള ആപ്ലിക്കേഷൻസ്? സാധാരണ ഇവിടെ QLED OLED റീപ്ലേസ് ചെയ്തിട്ടുള്ള QLED. എന്താണ് OLED? എന്താണ് QLED? ഓർഗാനിക് LED QLED കോട്ടൺ ഡോട്ട് LED റീപ്ലേസ് ചെയ്തു. എങ്ങനെയാണ് അത് റീപ്ലേസ് ചെയ്തത്? ഒരുപാട് നമ്മുടെ വീട്ടിലൊക്കെ QLED ഭയങ്കര കളറില് ഭയങ്കര തെളിച്ചത്തില് പച്ച നീല അടിപൊളിയായിട്ട് കാണാൻ രീതിയിലല്ലേ വരുന്നത്. എന്താണ് സംഭവിക്കുന്നത്? എന്താണ് സംഭവിക്കുന്നത്? എന്താണ് സംഭവിക്കുന്നത്? ഞാൻ നിങ്ങളുടെ മലയാളത്തിൽ പറഞ്ഞുകൊണ്ട് കഷ്ടപ്പെട്ട് മലയാളത്തിൽ എഴുതിയതാണ്. എന്താണ് പറയുന്നത്? എന്താണ് സംഭവിക്കുന്നത്? അവിടെ നിങ്ങൾ OLED എന്താണ് സംഭവിക്കുന്നത്? നിങ്ങള് ഒരു ബ്ലൂ ലൈറ്റിനെ ഒരു വെള്ള ലൈറ്റ് സോഴ്സിനെ അല്ലെങ്കിൽ ഒരു മിക്സ് ലൈറ്റ് സോഴ്സിനെ ഒരു മഞ്ഞ സ്ക്രീൻ വെച്ച് കോട്ട് ചെയ്തിട്ട് പിന്നെ പല ഫിൽറ്ററും വെച്ച് പച്ചയും ചുവപ്പും കാണിക്കുകയാണ്. അപ്പൊ ഈ മഞ്ഞ കോട്ട് ചെയ്തിട്ടുണ്ട്. മഞ്ഞ കോട്ട് ചെയ്യുമ്പോ പച്ചയും നീലയും ചിലപ്പോൾ ശരിക്കും കാണില്ല, പച്ചയും മഞ്ഞയും ചിലപ്പോൾ ശരിക്കും കാണില്ല. കാരണം നീല വെച്ചാണല്ലോ നിങ്ങൾ ഉണ്ടാക്കുന്നത്. ക്വാണ്ടം LED എന്താ ചെയ്യണേ? ക്വാണ്ടം LED നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങള് ഈ പച്ചയും മഞ്ഞയുള്ള ക്വാണ്ടം LED തന്നെ വെക്കും. എന്നിട്ട് ബ്ലൂ ലൈറ്റിന് തന്നെയാണ് നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുന്നത്? ഈ ഡിസ്പ്ലേ ഉണ്ടാക്കുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്നാൽ നിങ്ങൾക്ക് വെള്ള LED ഉണ്ടാക്കുന്നത്, നീല LED ഡയറക്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത്? ഉണ്ടാക്കണം, എല്ലാവരും ഉണ്ടാക്കണം. പക്ഷെ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. നിങ്ങളൊക്കെ വേണമെങ്കിൽ ഉണ്ടാക്കാം. എന്താ കാര്യം? ബ്ലൂ LED ഉണ്ടാക്കാൻ പറഞ്ഞാൽ എളുപ്പമല്ല. കാര്യം സൾഫൈഡ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾക്ക് കാഡ്മിയം വേണോ? കാഡ്മിയം വേണ്ട അല്ലേ? നിങ്ങൾക്ക് കാഡ്മിയം വേണ്ട. എലിമെന്റൽ സെറ്റിൽ ഒന്നും വേണ്ട. യൂറോപ്യൻ യൂണിയൻ ബാൻ ചെയ്തു. പിന്നെ ഒരു കമ്പനി ഉണ്ടാക്കില്ല. സാംസങ് ഉണ്ടാക്കില്ല, ഫിലിപ്സ് ഉണ്ടാക്കില്ല, ആരും ഉണ്ടാക്കില്ല. അപ്പോ നിങ്ങൾക്ക് വളരെ ചീപ്പായിട്ടുള്ള ഒട്ടും എന്താ പറയുക പോയിസണസ് അല്ലാത്ത സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്നത് നിങ്ങളാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് വെച്ചിട്ട് QLED ചെയ്യാത്തത്. അല്ലെങ്കിൽ QLED വെച്ചിട്ട് നിങ്ങൾക്ക് എന്താ കളർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ക്രീനുകൾ ഓൾറെഡി വരും. ഇതാണ് ഇവിടുത്തെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിപ്ലവവും ഏറ്റവും അധികം റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ഏരിയയും ഈ QLED LED. എന്താണ് കാര്യം? എന്തിനാണ് ഇങ്ങനെ കളർ മാപ്പാണ്. ഓക്കെ, നമുക്ക് നല്ല അടിപൊളി നമ്മൾ കണ്ടിരുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ്. ഇപ്പൊ നമ്മൾ കാണുന്നത് എനിക്കറിയില്ല, നമ്മുടെ കണ്ണോട് പോലും ശരിക്കും കാണാൻ പറ്റാത്തതിനെക്കാട്ടി അടിപൊളി കളറിലാണ് നമ്മൾ കാണുന്നത്.
പക്ഷെ അതിനേക്കാളും വേറൊരു വിപ്ലവം നടക്കുന്നുണ്ട്. എന്താണെന്ന് അറിയാമോ? സയൻസ്. പണ്ടത്തെ ടി വി എങ്ങനെയായിരുന്നു? എടുത്താൽ തോന്നില്ല അല്ലെ? ഇപ്പൊ നമ്മള് സ്ക്രീൻസ് വന്നതിന് ശേഷം നമ്മള് മൊബൈൽ വെച്ചിരിക്കാം. ഇത് നമ്മുടെ നിത്യ ജീവിതത്തിലാണ് അല്ലെ? പക്ഷെ നമ്മുടെ സ്പേസിലേക്ക് പോകുമ്പോ ഭാരം എപ്പോഴും ഒരു പ്രശ്നമാണ്. സ്പേസിലേക്ക് പോകുമ്പോൾ ഭാരം എപ്പോഴും ഒരു പ്രശ്നമാണ്. നമ്മുടെ സ്പേസിൽ ശരിക്കും പറഞ്ഞാൽ ഈ എന്താണ് നമ്മൾ കൊണ്ടുപോകുന്നത് ചിന്തിച്ചിട്ടുണ്ടോ? എന്താണ് സ്പേസിൽ കൊണ്ടുപോകുന്നത്? എന്ത് സ്പേസ് എക്സ്പ്ലോറേഷനും എന്താണ് കൊണ്ടുപോകുന്നത്? എന്താണ് റോക്കറ്റിലൊക്കെ പോകുന്നത്? മനുഷ്യരില്ലാത്ത റോക്കറ്റ്, പിന്നെ അതല്ലാതെയുള്ള സാറ്റലൈറ്റുകൾ പിന്നെ നിങ്ങൾക്കറിയാം ഈ കാലാവസ്ഥയ്ക്ക് ഉപയോഗിക്കുന്നു. അതല്ലെങ്കിൽ എന്തായിരിക്കും ഇതൊക്കെ പേലോഡ്സ് ആണ്. അധികം പേലോഡ്സ് എന്താണ്? സ്പെക്ട്രോമീറ്റർ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സ്പെക്ട്രോസ്കോപ്പി. ആ സ്പെക്ട്രോമീറ്റേഴ്സ് ആണ് നമ്മുടെ പീരിയോഡുകൾ. IR, UV, മാസ്, ഇങ്ങനെ സ്പെക്ട്രോസ്കോപ്പി എല്ലാവരും എടുത്തതല്ലേ? കുറെ തരത്തിലുള്ള സ്പെക്ട്രോസ്കോപ്പി ഇല്ലേ? ഇനിയും കുറെ ഉണ്ടാകും. ഇതൊക്കെയാണ് അധികവും പേരിലൂടെയായിട്ട് പോവുക. പ്രശ്നം എന്താണ്? അതിന്റെ സോഴ്സുകള്, ഡിറ്റക്ടറുകള്, ഇതിനൊക്കെ ഭയങ്കര സൈസാണ്. അപ്പൊ നിങ്ങളുടെ പേരോട് ഭയങ്കര ബൾക്കിയായിരിക്കും. കൊണ്ടുപോകാൻ പറ്റില്ല. ഒരെണ്ണം രണ്ടെണ്ണത്തെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നമ്മളെ ക്യൂവിൽ നിൽക്കണം. എത്ര ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണോ അവരുടെ പേരോട് ഉണ്ടാക്കിയിട്ട് ക്യൂവിൽ നിൽക്കണം. കാരണം അയക്കാൻ പറ്റില്ല. എത്ര ഇരിക്കുന്നു നമ്മുടെ റോക്കറ്റ് ചേർത്ത് താങ്ങാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പേരോടിന്റെ കനം വയ്ക്കും. പേരോടിന്റെ കനം വയ്ക്കാൻ പല പല മാർഗങ്ങളുണ്ട്. അതിന് ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്താണ്? കോണ്ടാക്ട് ആണ്. ഇത്രയേ ഉള്ളൂ. നാനോയൊക്കെ ഉള്ളൂ. ഒരു നാനോ വെച്ച് ഒരെണ്ണം ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ കുറെ നാനോ ഉണ്ടെങ്കിലോ കുറെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നാസക്കാരല്ലേ ആൾക്കാര് എന്ത് പറഞ്ഞാലും നമ്മൾ നാസയിൽ കൊണ്ടെത്തിക്കണം. അല്ലെങ്കിൽ പറ്റില്ല അല്ലേ? നാസക്കാരല്ലേ ആൾക്കാർ അവരെന്ത് ചെയ്യും? അവര് ചെയ്യും അവരുടെ സ്പേസ് ക്രാഫ്റ്റ് മുഴുവൻ അതിന്റെ ഔട്ടർ സ്പേസ് മുഴുവൻ വെച്ചിട്ടാണ് പൊടിക്കും. അപ്പൊ എന്ത് സംഭവിക്കും? മൊത്തം സ്പേസും മൊത്തം സ്പേസും എന്ത് സംഭവിക്കും? ഈ ഒരു ഒന്നില്ലെങ്കിൽ സ്പെക്ട്രോമീറ്റർ അതല്ലെങ്കിൽ സെൻസർ എല്ലാം ഡിറ്റക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വളരെ ചെറിയ സ്പേസ് ക്രാഫ്റ്റുകൾ, വളരെ ചെറിയ സ്പെക്ട്രോമീറ്ററുകള് നിങ്ങൾക്ക് എല്ലാം ഇപ്പൊ ഇതാണ് നടക്കുന്നത്. ഇപ്പൊ നാസയുടെ പ്രധാന ഗവേഷണം ഇവിടെയാണെന്നാണ് നമ്മൾ പറയുന്നത് അല്ലെ? അവര് പറയുന്നത് അവര് ചെയ്യുന്നത് എന്താണ്? പക്ഷെ ഇതുണ്ടല്ലോ, ഇത് സിമ്പിൾ ആണ്. ഇത് സ്പെക്ട്രോമീറ്ററിനെ നമ്മൾ കൺവേർട്ട് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞ സ്പെക്ട്രോമീറ്റർ അതിനെ കൺവേർട്ട് ചെയ്യാം. പക്ഷെ അതിനെ സിമ്പിൾ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് കാരണം എന്താ? ഇവിടെ ഓരോ ക്വാണ്ടം ഡോട്ടും ഓരോ ഡിറ്റക്ടർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അതിന് കുറെ അധികം കമ്പ്യൂട്ടേഷൻ ഉപയോഗിക്കണം. കാരണം നമ്മൾ ഇതാണ് കേട്ടോ. ഇവിടെ നമ്മൾ സ്പെക്ട്രത്തിനെ കടത്തി വിടണം, സ്പേഷ്യലായിട്ട് കടത്തി വിടണം. എന്നിട്ട് ഓരോ ക്വാണ്ടം ഡോട്ടിൽ കൂടിയും കടത്തി വിട്ട് അതിനെ കമ്പൈൻ ചെയ്യണം. ഇതിന് നല്ല ഡീപ്പായിട്ടുള്ള അൽഗോരിതം, മെഷീൻ ലേണിംഗ്, ഡീപ് ലേണിംഗ് ഇതൊക്കെ ആവശ്യമാണ്. പ്രത്യേകിച്ചും കൂടുതൽ ഡാറ്റ. അപ്പൊ ഇവരെന്താ ചെയ്യണമെന്ന് അറിയാമോ? ഇവര് ചുമ്മാ ഈ സ്പേസ് ക്രാഫ്റ്റ് ഇങ്ങനെ ഓടിച്ചാൽ മതി. അപ്പൊ ഈ പുറത്തിരിക്കുന്ന ക്വാണ്ടം ഡോട്ട് വെച്ചിട്ട് ഇതെല്ലാം ഡിറ്റക്ട് ചെയ്യും. അതിനെ ഭൂമിയിലേക്ക് അയക്കും. ഭൂമിയിൽ അവർക്കൊരു ലൈബ്രറി ഉണ്ട്. ആ ലൈബ്രറിയില് കമ്പയർ ചെയ്യും. അപ്പൊ തന്നെ അവർക്ക് ഏതാണ്ട് ഡാറ്റ കിട്ടും. ഏതൊക്കെ എലമെന്റ്സ് കടന്നു പോകുന്ന ലൈബ്രറിയിൽ നിന്ന്. അതിന് മാത്രം പവർഫുൾ ആയിട്ടുള്ള അൽഗോരിതംസും കമ്പ്യൂട്ടേഷനുമാണ് ഇപ്പൊ അവര്. അതിൽ കമ്പ്യൂട്ടിങ്ങിനാണ് ഇവിടെ ഏറ്റവും പ്രധാനം ഈ ക്വാണ്ടം ഡോട്ട്സ്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും FTIR എന്ന് പറഞ്ഞിട്ട് അല്ലേ? FTIR കേട്ടിട്ടുണ്ടോ? ഫോറിയർ ട്രാൻസ്ഫോം. അതിന് ഏതാണ് ഇങ്ങനെ ചെയ്യുന്നത്? പണ്ട് വെച്ച് തിരിച്ചുകൊണ്ടിരുന്ന സാധനം ഫോറിയർ സീരീസ് വെച്ചിട്ട് ഒറ്റയടിക്ക് മാറ്റിയെടുത്തിരുന്നത്. അതുപോലെ അതിലും പവർഫുൾ ആയിട്ടുള്ള അൽഗോരിതംസ് വെച്ചിട്ടാണ് ഇപ്പോ സ്പേസ് ക്രാഫ്റ്റുകളും അതിന്റെ സ്പെക്ട്രോമീറ്ററുകളും ഉണ്ടാക്കുന്നത്. അപ്പോ ഇനി മുതൽ ആകാശത്തുള്ള മിക്ക ഡിറ്റക്ഷനുകളും ക്വാണ്ടം ഡോട്ട്സ് വെച്ചിട്ടാണ്. എല്ലാ സ്പെക്ട്രോമീറ്ററുകളും ക്വാണ്ടം ഡോട്ട്സ് വെച്ചിട്ടാണ്.
പ്രൈസ് കൊടുത്ത് സോളാർ സെൽ ഉണ്ടാക്കാൻ അതിന്റെ എത്ര കൂടുതൽ നല്ല നല്ല വേർഷനുകൾ സോളാർ സെല്ലിന് വാട്ടർഫോൾസ് വെച്ചിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഇങ്ങനെയാണ് സോളാർ സെല്ലില് ഓരോ ലൈറ്റുകളും ലൈറ്റ് അബ്സോർബ് ചെയ്യുകയും ഉദാഹരണത്തിന് കൂടുതൽ അടുത്ത് പോകുമ്പോൾ യു വി ഉണ്ടെങ്കിൽ യു വി വരെ അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടം ഡോട്ടുകൾ ഉണ്ടാക്കുകയും അതിൽ നിന്ന് എനർജി സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്ന സോളാർ സെല്ലുകൾ ഉണ്ടാക്കി അല്ലെങ്കിൽ എവിടുന്നാണ് സോളാർ സെല്ലിന് മാത്രമാണെന്നില്ല എവിടെയാണോ റേഡിയേഷൻ കിട്ടാൻ പറ്റുന്നത് അവിടെ നിന്നൊക്കെ പറ്റുന്ന രീതിയിൽ എനർജി സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന സെല്ലുകൾ ഉണ്ടാക്കിയിട്ടാണ് ഇപ്പോ സ്പേസ് ക്രാഫ്റ്റുകൾ ഉണ്ടാക്കുന്നത്. വേറെ ഒന്നെന്ന് പറഞ്ഞാൽ റിഫ്ലക്റ്റൻസ് നമ്മുടെ സ്പേസ് ക്രാഫ്റ്റ് ഉണ്ടാക്കിയത് വിടുമ്പോഴത്തേക്ക് നമ്മുടെ വേറൊരു പ്രശ്നമാണ് ടവർ റിഫ്ലക്റ്റൻസ്. അതിനും ഒരു പരിഹാരമാണ് ചെറിയ ചെറിയ ക്വാണ്ടം ഡോട്ട്സ്. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും റിഫ്ലക്റ്റൻസ് ഇല്ലാത്ത രീതിയിലുള്ള സ്പേസ് ക്രാഫ്റ്റുകൾ ഉണ്ടാക്കുന്നത്. ഇതിനെല്ലാം മോസ്റ്റ്ലി ഇപ്പൊ സ്പേസ് ക്രാഫ്റ്റ് മെറ്റീരിയൽ ടെക്നോളജിയിലെ ക്വാണ്ടം ഡോട്ടുകളുടെ ഗവേഷണം വളരെ ശക്തമായി മുന്നോട്ട് കഴിയില്ല. ഒരു കാര്യം പറഞ്ഞിരുന്നില്ല. അപ്പോ നമ്മളുണ്ടാക്കി ക്വാണ്ടം പുതിയ വർഷത്തനുസരിച്ച് എന്താണ് അവര് പറയുന്നത് അവര് മൂണിൽ നമ്മൾ മൂണിൽ കൊണ്ടുപോകുമ്പോ എന്നിട്ട് തിരിച്ചു വരുമ്പോ ചന്ദ്രനിലത്തെ പാറ ഇലക്ഷണങ്ങളൊക്കെ എടുത്തുകൊണ്ടിരുന്നുണ്ട്. എന്തിനാ എടുത്തുകൊണ്ടിരുന്നത് അല്ലേ? എന്തിനാണ് അതിനൊരു തരി കിട്ടാനായിട്ട് ഗവേഷണ സ്ഥാപനങ്ങൾ ചിന്തിക്കണം. അവരത് എടുക്കും എന്നിട്ട് അനലൈസ് ചെയ്യും എന്നിട്ട് പറയും പോലെ അതില് രണ്ട് സൈസ് ക്വാണ്ടം ഡോട്ടിന്റെ സൈസാണ് മാത്രമല്ല അതിനകത്ത് ക്വാണ്ടം കൺഫൈൻമെന്റ് ഉണ്ട്. അതായത് മൂന്നിൽ പോലും ക്വാണ്ടം കൺഫൈൻമെന്റ് ഉള്ള ക്വാണ്ടം ഡോട്ട്സ് കണ്ടെത്തി എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ വന്നത്. അതിലൊക്കെ എന്തൊക്കെയായിരിക്കും അതിന്റെ ഫ്യൂച്ചർ സ്കോപ്സ് എന്നുള്ളതൊക്കെ കാണുന്നുണ്ടിരിക്കുന്നുള്ളൂ. പക്ഷെ ക്വാണ്ടം ഡോട്ട്സിന്റെ ഏറ്റവും പുതിയ ഗവേഷണം എത്തിയിരിക്കുന്നത് മൂടിലുള്ള സാമ്പിളുകളിൽ ക്വാണ്ടം ഡോട്ട്സ് കണ്ടെത്തിയതാണ്. എനിക്ക് തോന്നുന്നു കുറച്ച് മനസ്സിലായല്ലോ കേട്ടതെല്ലാം. എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ആയിക്കോ. എനിക്കത് ചോദിക്കാം. മൈക്രോവേവ് ഓരോ ഡിറ്റക്ടർ ഓരോ സ്പെസിഫിക് ഡിറ്റക്ടർ ഒരു ഡോട്ട് ഒരു പിക്സൽ അല്ല ഒരു ഡോട്ട് ആയിട്ടുണ്ട്. ഒരു ഡോട്ട് ഒരു സെൻസർ എന്നിട്ട് അതാണ് അതിന്റെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആകുന്നത്. അത്രയും അത് കുറച്ച് അവർ പറയുന്നത് മാത്തമാറ്റിക്സ് ആണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്. സംശയങ്ങളുടെ ഞാൻ ചോദിക്കട്ടെ. സംശയമൊന്നുമില്ലേ? ആർക്കും സംശയമില്ല. അതിനനുസരിച്ച് ലാഭമാകും. 3, 4, 5, 6 ഏത് വഴി കൊടുക്കാം. ഏത് സീരീസ് ആണ് കിട്ടുന്നത്? രണ്ട് ഇതിനകത്ത് കൊടുത്തിട്ടില്ലാതെ ഇവിടുന്ന് വരുന്നത് ഞാൻ കൊടുത്തിട്ടില്ല ഈ പാട്ടില് രണ്ടിനുള്ളത്. സീറോ അവിടെ അങ്ങനത്തെ സീരീസ് വേറെ നമ്മൾ നോക്കണം. വേറെ ഇക്വേഷൻ ഇത് ഞാൻ തൽക്കാലം തുടങ്ങിയപ്പോൾ വെച്ച് നോക്കിയത് ഇതിൽ കണക്ഷൻസ് ഉണ്ട്.
ഞാൻ കാണിച്ചില്ലല്ലോ കൊറിയർ സീരീസ്. കൊറിയർ സീരീസ് നമ്മൾ FTAR എന്ന് പറഞ്ഞ സ്പെക്ട്രോമീറ്ററിന് FT കൊറിയർ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞിട്ട് എല്ലാ സെക്ഷനിലും ഉപയോഗിക്കാം. അപ്പൊ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ കൊറിയർ സീരീസ് എന്ന് പറഞ്ഞ മാത്തമാറ്റിക്കൽ കോമ്പിനേഷൻ. അതായത് നമ്മൾ ഫ്രീക്വൻസി ഡൊമൈനിൽ നമുക്ക് ടൈം ഡൊമൈനിലേക്കോ ടൈം ഡൊമൈനിൽ ഫ്രീക്വൻസി ഡൊമൈനിലേക്കോ മാറ്റാം. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ വേവ്ലെങ്ത് ആയിട്ട് കൊടുക്കുന്നതിന് പകരം നമ്മൾ ഒരു ബഞ്ച് ഓഫ് വേവ്ലെങ്ത് ആണ്. അപ്പൊ ഒറ്റയടിക്ക് നമുക്ക് അതിന്റെ അബ്സോർപ്ഷൻ വേണ്ടിയിട്ട് റിവേഴ്സ് കൊറിയർ ട്രാൻസ്ഫോർമേഷൻ ആക്കി കഴിഞ്ഞാൽ നമുക്ക് അതിനെ അത് വളരെ എളുപ്പം നമ്മൾ കൂടെ ചെയ്യുന്നതാണ്. IR-ലും NMR-ലൊക്കെ എടുത്ത് ചെയ്യുന്നതാണ് കൊറിയർ ട്രാൻസ്ഫോം ചെയ്യുന്നത്. ഇത് ഓണം വൈറ്റ് എല്ലാം നമ്മൾ ഉപയോഗിക്കാം. ബ്ലൂ ആണ് നമ്മൾ ഉപയോഗിക്കുക. വൈറ്റ് എന്ന് പറഞ്ഞാൽ അതൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. വൈറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും കമ്പൈൻ ചെയ്യുന്നത്. ബ്ലൂ ഇട്ടിട്ട് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ഫിൽറ്റർ ചെയ്യാം. ബ്ലൂ ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഏറ്റവും സ്മോൾ ആണ്. അത് കഴിഞ്ഞ സൾഫേറ്റ് മാത്രമേ നമുക്ക് ഇപ്പോൾ ഉണ്ടാക്കുന്നുള്ളൂ. അത് പോയിസണസ് ആണ്. അത് നമുക്കിപ്പോ അതുകൊണ്ട് ടിവിയിലൊന്നും ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. അനുമതിയില്ല. അത് പോയിസണസ് അല്ലേ. മൊത്തത്തിൽ എൻവയോൺമെന്റ് പൊല്യൂഷൻ ഒക്കെ ആണ്. അപ്പൊ നല്ല കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് മെറ്റീരിയൽസ് ബ്ലൂ ഉണ്ടാക്കണം ആദ്യം. അതിനുള്ള മെത്തഡോളജി അല്ലെങ്കിൽ അതിനുള്ള എന്ത് വഴികളാണ് ഇപ്പൊ ആളുകൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. സോളാർ എനർജി അപ്ലിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ബേസിക്കലി സോളാർ എനർജിയിൽ പല തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം നമുക്ക് എനർജി ആവശ്യമാണ്. സോളാർ എനർജിയിൽ പലതരത്തിൽ മോളിക്കുലർ ലെവലിൽ പോലും ഇന്നോവേഷൻസ് അല്ലെങ്കിൽ ഡിസ്കവറീസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ബേസിക് ഐഡിയ എന്ന് പറയുന്നത് നമ്മുടെ സോളാർ സ്പെക്ട്രം ടു 700 ആ നാനോമീറ്റർ അത് എങ്ങനെ അബ്സോർബ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനുള്ളതാണ് നമ്മുടെ പ്രധാനം. അപ്പൊ ആദ്യം അബ്സോർബ് ചെയ്യണം. സൂര്യനിൽ നിന്ന് 300 മുതൽ 600 700 വരെയുള്ള നാനോമീറ്ററിൽ അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അതാണ് ഒരു ചാലഞ്ച്. അത് കഴിഞ്ഞിട്ട് അതിനെ സ്റ്റോർ ചെയ്യുന്നു. അത് വേറെ ചാലഞ്ച്. അബ്സോർബിന്റെ കാര്യം പറയുമ്പോഴത്തേക്കും അതിൽ ഏറ്റവും ഇഫക്റ്റീവ് ക്വാണ്ടത്തിലൊക്കെ ഏറ്റവും കൂടുതലായിട്ട് മെറ്റീരിയലുകൾക്ക് മാത്രമേ കൂടുതലായിട്ടും ഇത് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ക്വാണ്ടത്തോട്ട് വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ പെർട്ടിക്കുലർ വേവ്ലെങ്തിലും അതിന് സ്റ്റോർ ചെയ്യും. ഈവൻ നമുക്ക് വേണമെങ്കിൽ യുവിയിൽ കുറച്ച് അബ്സോർബ് ചെയ്യണമെങ്കിൽ അവിടെയും നമുക്ക് പല ചെറിയ ചെറിയ സെല്ലുകൾ ഒരേ മെറ്റീരിയൽ ഉപയോഗിക്കാം. ഒരേ മെറ്റീരിയലാണ് പല വെളിച്ചത്തിൽ ഉപയോഗിച്ചാല് ആ എൻറ്റയർ സ്പെക്ട്രം നമുക്ക് അബ്സോർബ് ചെയ്ത് ആ എനർജി സ്റ്റോർ ചെയ്യാൻ വേണ്ടി അതിന് എന്തെങ്കിലും ഒരു കെമിക്കൽ പാർട്ടേയോ അല്ലെങ്കിൽ ചെറുതായിട്ട് ചെറിയൊരു ഇനീഷ്യൽ എനർജി കൊടുക്കുന്ന പാർട്ടേയോ ആ ഒരു മെറ്റീരിയലിൽ ഉണ്ടായിരിക്കും. അങ്ങനെയാണ് സോളാർ സെല്ലുകൾ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പൊതുവെ സോളാർ സെല്ലിൽ കംപ്ലീറ്റ് സൈക്കിൾ ഉണ്ടാവും. ഓപ്ഷൻ അതുവഴി സ്റ്റോറേജ് അതുവഴി കൺവേർഷൻ അതൊരു സൈക്കിൾ ആയിരിക്കും. അതിന്റെ ഇടയിൽ ഈ പദാർത്ഥം നഷ്ടപ്പെടാൻ പാടില്ല. അങ്ങനെയുള്ള സൈക്കിളുകളുടെ മെറ്റീരിയലുകൾ ഉണ്ടായിരിക്കും. സ്റ്റോറേജ് ചെയ്യുമ്പോൾ ഒരു കാറ്റലിറ്റിക് ആയിട്ടുള്ള ആക്ടിവിറ്റി കൊടുക്കുമ്പോൾ അത് കെമിക്കലി അത് മറ്റേ പദാർത്ഥം അതായത് എ ഉണ്ടാവും ബി ഉണ്ടാവും. എ ആയിട്ട് അബ്സോർബ് ചെയ്യുന്നത് ബി ആവും. ബിന്ന് ഒരു കാറ്റലിസ്റ്റോ അല്ലെങ്കിൽ ചെറിയ ചൂട് കൊടുക്കുമ്പോൾ വീണ്ടും എ ആവും. അപ്പൊ ഈ സ്റ്റോറേജ് എനർജി റിലീസ് ആവും. അതാണ് ലിക്വിഡ് ഫേസിൽ ഉപയോഗിക്കുന്നത് സോളിഡ് ഫേസിൽ ഉപയോഗിക്കുന്നത്. അധികം ഈ ഫേസിലൊക്കെ സോളിഡ് ഫേസിലാണ് പക്ഷെ ലിക്വിഡ് ഫേസിലാണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ LCD-ലൊക്കെ ലിക്വിഡ് ഫേസിലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ചായ വരുന്നുണ്ട്. നമുക്ക് പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടമായോ? അതിന്റെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സാധാരണ നമ്മൾ കോൺടാക്ട് സയൻസ് എന്ന് പറയുന്നത് അല്ലേ. പക്ഷെ മാഡം വളരെ കോംപ്ലിക്കേറ്റഡ് ആക്കിയോ? വളരെ സിമ്പിൾ ആയിട്ട് വളരെ രസമായിട്ടാണ് ക്ലാസ് എടുത്തത് അല്ലേ.
അപ്പൊ നമുക്ക് അതിനൊരു താങ്ക്സ് പറയാൻ കാണിക്കും. അപ്പൊ നിങ്ങളുടെ ഉള്ളിലുള്ള സ്നേഹം അല്ലെങ്കിൽ ആ റെസ്പെക്ട് നിങ്ങൾ ക്ലാപ്പിലൂടെ കാണിക്കുന്നതായിരിക്കും. നല്ലൊരു ക്ലാപ്പ്. അപ്പൊ നമുക്ക് ഓൺലൈനാണ് മാഡം വരുന്നത്. ദൂരെയൊക്കെ ഇത് സെഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയിട്ട് ബാംഗ്ലൂരിലേക്ക് വന്ന മാഡത്തിന് കുട്ടികളുടെ ഓരോരുത്തരുടെ പേരിലും അതുപോലെ കോഴിക്കോട് ട്രാൻസ്ലേറ്ററിന്റെ പേരിലും നന്ദി പറയാണ്. താങ്ക് യു. ചായ കഴിച്ചതിന് ശേഷം നമുക്ക് തൊട്ടടുത്ത് ടോയ്ലറ്റ്